IFFIയുടെ ഗാല പ്രീമിയർ വിഭാഗത്തിൽ 6-ാം ദിവസം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടന്ന പെണ്ണും പൊറാട്ടും എന്ന മലയാളം ചിത്രത്തിൻ്റെ സംവിധായകൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഏറെയുണ്ട്. ഒരു നടനെന്ന നിലയിൽ, ഒരു അഭിനേതാവെന്ന നിലയിൽ എല്ലാ മലയാളികൾക്കും ഏറെ പ്രശസ്തനാണ് അദ്ദേഹം. പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിരവധി സിനിമകളിൽ താങ്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സംവിധായകൻ, രാജേഷ് മാധവൻ ഒരു സംവിധായകനായി ഒരു പുതിയ ചിത്രം വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകാംക്ഷയായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഗാല പ്രീമിയറിൽ IFFIയിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ. കാരണം നിരവധി അന്താരാഷ്ട്ര രാജ്യാന്തര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മേളയിൽ ഏക മലയാള ചിത്രം അത് താങ്കളുടെ പെണ്ണും പൊറാട്ടും എന്ന സിനിമയാണ്. എങ്ങനെയാണ് സാർ ഈ ഒരു നിമിഷത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നമ്മളൊരു സിനിമ, ആദ്യത്തെ സിനിമ ഗാലയിൽ പ്രീമിയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പിന്നെ അത് നിറഞ്ഞ സദസ്സിൽ ആൾക്കാർ ആസ്വദിച്ച് കണ്ടിരുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക്, ഞങ്ങളിത് മലയാളികളാണ് ഇതിൻ്റെ ഓഡിയൻസ് ഉണ്ടാകുന്നത്. കാരണം ഇതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ പറയുന്ന ഒരുപാട് ടോക്കി സീൻസ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിന് എന്നോട് വന്ന അഭിപ്രായം പറഞ്ഞ ആൾക്കാരിൽ കുറേ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസും പല ഭാഷയിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ സിനിമ കണ്ട് ആസ്വദിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. IFFIയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സാർ. മലയാളം നമ്മൾക്ക് തോന്നും മലയാളം സിനിമകൾ ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ കാണില്ല എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഡെലിഗേറ്റ്സുകൾ മലയാളം സിനിമ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, ഞാൻ ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണ്. ഇതൊരു കുറച്ച് ടോക്കി ആയിട്ടുള്ള, കുറച്ച് കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിന് സബ് ടൈറ്റിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരാത്തൊരു സിനിമയാണ്. പക്ഷെ അതിനെ ആൾക്കാർ ആസ്വദിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്തോഷമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. സാർ, എങ്ങനെയാണ് ഒരു അഭിനേതാവിൽ നിന്നും ഒരു സംവിധായകനിലേക്ക് വന്നപ്പോഴുള്ള മാറ്റം എന്താണ് സാർ? ആക്ച്വലി ഞാൻ പിന്നെ പണ്ട് മുതലേ സംവിധാന രംഗത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരുപാട് നല്ല സിനിമകളിൽ നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജേണി തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു സംവിധായകനാവണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയ സ്വപ്നമായിരുന്നു. അതാണ് സിനിമയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയത് സംവിധായകനാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ആക്സിഡൻ്റൽ ആക്ടർ എന്നൊക്കെ പറയാം. പിന്നെ അത് കരിയറിൽ അധികം നല്ല വേഷങ്ങളും നല്ല ഡയറക്ടറിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നല്ല വേഷങ്ങളൊക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആക്ടിങ് കരിയറിലെ കാര്യം. എല്ലാവരും പുതുമുഖ അഭിനേതാക്കൾക്ക് അവസരം കൊടുത്തൊരു സിനിമ കൂടിയായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഒരു കഥ കൂടുതൽ, കാരണം ഇത് പ്രീമിയറാണ്, റിലീസാകാൻ പോകുന്നതുള്ളതുകൊണ്ട് കഥയെക്കുറിച്ച് കൂടുതൽ സാറിനോട് ചോദിക്കുന്നില്ല. എങ്കിലും ഒരു നായയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. പിന്നെ പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു നവാഗത സംവിധായകൻ, ആദ്യമായിട്ടൊരു സംവിധായകൻ, അദ്ദേഹം അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുണ്ടായ കാരണം? അത് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ. കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യിക്കാൻ എളുപ്പമാണ്. നമ്മളൊരു പ്രത്യേക വേൾഡിനെ, പ്രത്യേക ഒരു നമ്മൾ ഉണ്ടാക്കുന്നൊരു പ്രത്യേക ഒരു ഏരിയനെ കുറിച്ചിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ നമ്മൾ പുതുമുഖങ്ങളെ ഉപയോഗിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇങ്ങനെ അധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും സിനിമകളുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പറയുന്ന അത്രയും എനിക്ക് ആക്ടേഴ്സിന് വെച്ചിട്ട് ചെയ്യുന്ന പടത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ന്യൂ കമേഴ്സിന് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇല്ല. എങ്ങനെയോ മലയാളികളുടെ ഇടയിലേക്ക്, നമ്മളുടെ നാട്ടിലേക്ക് ആ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഇവിടെ ഈ സിനിമ അറിയിക്കുന്ന രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും IFFIയിൽ എന്തായാലും നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ ഏരിയയാണ്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് IFFIയിൽ പോകുന്നത്. എന്തായാലും താങ്കളുടെ ഈ ഒരു വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ വളരെ സന്തോഷം. വരും വർഷങ്ങളിലും സാറിൻ്റെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ IFFIയിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.